ഇന്ന് എനിക്ക് നല്ലൊരു പണി കിട്ടിയ ദിവസമാണ്. എന്ത് പണിയാണ് കിട്ടിയതെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അതിന് മുന്നേയായിട്ട് ഞാൻ കഴുകിയിട്ട് ഈ ചവിട്ടിയൊക്കെ ഒന്ന് വെയിലത്തിടട്ടോ, അല്ലെങ്കിൽ വെയിൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകും. ഇപ്പോൾ കിട്ടണ ഈ വെയിലിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ വരും പോകുന്നൊന്നും മൂപ്പർക്ക് തന്നെ വലിയൊരു പിടുത്തല്ല. വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാന്ന് കരുതിയിട്ടോ. കഴിഞ്ഞ ആഴ്ച ബെഡ്ഷീറ്റ് ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നു, കാരണം ഉണങ്ങി കിട്ടാൻ കുറച്ച് റിസ്ക്. ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഇതുപോലത്തെ വെയിൽ നമുക്ക് വലിയൊരു ആശ്വാസമാണ് അല്ലേ. ചേച്ചി കുട്ടികളുടെ യൂണിഫോമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമാണ്. ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലോണം പോയി കിട്ടും. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയിൽ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പണി കിട്ടിയത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഐഷുവിൻ്റെ ഓരോ അൽക്കൊലത്തെ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി ഇടാന്ന് കരുതി എടുത്തതാണ്. എടുത്ത് പകുതിയായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെക്കൊണ്ട് കൂട്ടിയാൽ കൊടുല്ല എന്നുള്ളത്. സംഭവം നൂല് കെട്ടി കുടുങ്ങിയതല്ലേ, ഇതൊക്കെ സിമ്പിളാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് എങ്ങനെ എടുത്തിട്ടും പോരുന്നില്ല. പിന്നെ അങ്ങനെ വിട്ടെടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് നേരാക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ സുഡാനികൾ ഓർമ്മ വന്നു കേട്ടോ. ഈ നൈജീരിയ, ആഫ്രിക്ക അവിടെയൊക്കെ ഉണ്ടാവും ഇതേപോലെ ഒരു ചുരുണ്ട ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ. സംഭവം എനിക്ക് നല്ല മാച്ച് ഉണ്ടല്ലേ, പക്ഷെ അങ്ങനെ മാച്ചാക്കി ഇരുന്നാൽ പറ്റുമോ, നമുക്ക് തയ്ക്കണ്ടേ. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടാണ്. ഇതിപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാന്നുള്ളൊരു അവസ്ഥ ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ, അതൊക്കെ തൊടുക്കാൻ നീട്ടി എറിഞ്ഞാൽ പോരെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കൾ അത്രയും ആഗ്രഹിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണതല്ലേ. ഐശ്വര്യ അതൊക്കെ വലിയ കാര്യമാണ്. അവൾ കുറേ ദിവസമായി പറയണു ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്നുള്ളത്. പക്ഷെ എൻ്റെ കുട്ടിക്ക് കഴിയാത്തോണ്ട് ഇട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ തന്നെയല്ലേ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൂ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഓരോന്നും ഓരോ ഭാഗത്തായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വീണ്ടും ഇതേ അവസ്ഥയിൽ തന്നെ ആവും. പിന്നെ എനിക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്ലീനിങ്, ഓർഗനൈസിങ്, ഇങ്ങനെ എന്തെങ്കിലും പരന്ന് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒടുക്കി പൊറുക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലല്ലേ, ഒരു മെൻ്റൽ സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന പരിപാടിയാണ് ഇതൊക്കെ. അതൊക്കെ ഒരുവിധം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അത്യാവശ്യം നല്ല വിശന്നിക്കണം. അപ്പോൾ ഇന്ന് ലഞ്ചിന് പയറുണ്ട്, മത്തൻ കറിയുണ്ട്, പപ്പടം ഉണ്ട്. അപ്പം എന്നാൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ.